നമസ്കാരം സുഹൃത്തുക്കളെ, ജേനി ടൂസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടകം 1-ാം തീയതിയാണ്. രാമായണ മാസം ആരംഭം. ശ്രീരാമൻ എന്ന മര്യാദാ പുരുഷോത്തമനായ ദേവൻ്റെ രാജാവിൻ്റെ യാത്രകളാണ് രാമായണം. ലോകത്തിന് നല്ല ജീവിതത്തിലേക്ക് വഴികാട്ടുന്ന യാത്രകൾ. ഇനി വരുന്ന ഒരു മാസക്കാലം രാമായണശീലുകൾ മുഖരിതമാകുന്ന ദിനങ്ങളുടെ വരവാണ്. കർക്കിടക സന്ധ്യകളിൽ ഉമ്മറത്ത് തെളിഞ്ഞു നിൽക്കുന്ന നിലവിളക്കിന് മുമ്പിലിരുന്ന് മുത്തശ്ശി വായിക്കുന്ന രാമായണ വരികളിലൂടെ രാമൻ്റെ യാത്രകൾ അറിയുന്നു. അന്ധകാരം നിറഞ്ഞ മനസ്സുകൾക്ക് വെളിച്ചമാകുന്നു. ദേവന്മാരുടെ രാത്രിയായ ദക്ഷിണായനകാലം ആരംഭിക്കുന്നത് കർക്കിടകത്തിലാണ്. രാത്രി തുടങ്ങുന്നതിലെ ആദ്യഘട്ടമാണ് കർക്കിടകം. അതുകൊണ്ട് ഇതിനെ ദേവസന്ധ്യയെന്നും വിശേഷിപ്പിക്കാം. രാമായണ മാസം 2 നേരവും കുളിച്ച് ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്തമമാണ്. ദഹനപ്രക്രിയ കുറവുള്ള മാസം ആയതുകൊണ്ട് തന്നെ മത്സ്യമാംസാദികളും ദഹനപ്രക്രിയ നടക്കാത്ത ആഹാരങ്ങളും ഉപേക്ഷിക്കണം. വാൽമീകി മഹർഷി രാമായണം എഴുതിയ ശേഷം ലവകുശന്മാരെ കൊണ്ടാണ് ആദ്യം പാടിച്ചത്. ഇത് ഒരു കർക്കിടക മാസത്തിലായിരുന്നു. കർക്കിടക മാസം പൊതുവെ നിഷ്ക്രിയതയും അസ്വസ്ഥതയും സൃഷ്ടിക്കുന്നതാണ്. ഇതിൽ നിന്നുള്ള മോചനത്തിന് പൂർവ്വസ്വരൂപികളായ ആചാര്യന്മാർ നൽകിയ ഉപായമാണ് രാമായണ പാരായണവും മറ്റനുഷ്ഠാനങ്ങളും. ശ്രീരാമൻ ജനിച്ചത് കർക്കിടക ലഗ്നത്തിലാണ്. വ്യാഴം ഉച്ചനാകുന്നത് കർക്കിടകത്തിലാണ്. ദശരഥപുത്രന്മാരെല്ലാം വ്യാഴം ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോഴാണ് ജനിച്ചത്. ജ്യോതിശാസ്ത്രത്തിലെ 4ാമത്തെ രാശിയാണ് കർക്കിടകം. ഞണ്ടാണ് അടയാളം. ജനനസമയത്തു തന്നെ മാതൃഹത്യ നടത്തുന്ന സ്വഭാവമാണ് ഞണ്ടിൻ്റേത്. ഏറ്റവും വലിയ മഹാപാപമായ മാതൃഹത്യയ്ക്ക് വരെ കർക്കിടകത്തിൽ രാമായണം വായിച്ചാൽ പരിഹാരമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാലപുരുഷൻ്റെ മനസ്സാണ് കർക്കിടകം. പുരാണങ്ങൾ പലതുണ്ടെങ്കിലും ഒരു വ്യക്തി മരണശയ്യയിൽ കിടക്കുമ്പോൾ രാമായണ പാരായണം കേൾപ്പിക്കുന്നു. മരിച്ച വ്യക്തിയുടെ ബോഡി കിടക്കുമ്പോഴും രാമായണ പാരായണം നടത്തുന്നു. കർക്കിടക രാവുകളും പകലുകളും രാമായണ മുഖരിതമാകുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. കർക്കിടക മാസത്തെ വറുതിയുടെ കാലമെന്നാണ് സാധാരണ പറയാറ്. കർക്കിടക മഴ തിമർത്ത് പെയ്യുമ്പോൾ ജോലി ചെയ്യാൻ കഴിയാത്തതിനാൽ വീടുകൾ പട്ടിണിയാകുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ആ സ്ഥിതി മാറിയെങ്കിലും കർക്കിടകത്തിൻ്റെ പേരുദോഷം ഇനിയും മാറിയിട്ടില്ല. പഞ്ഞക്കർക്കിടകത്തിൽ രാമായണശീലുകൾ ചൊല്ലുകയും കേൾക്കുകയും ചെയ്യുന്നത് സമൃദ്ധിയുടെ ചിങ്ങമാസത്തെ വരവേൽക്കാനാണ്. ഭാരതീയ സംസ്കാരത്തിൻ്റെ സിരകളിലൂടെ രാമായണമെന്ന ഇതിഹാസം കാലങ്ങളായി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ജനതയുടെ സംസ്കാരത്തെയും ജീവിതത്തെയും കഥകളുടെയും കവിതകളുടെയും പട്ടുനൂലിൽ കൊരുത്ത് ലോകത്തിനായി സമ്മാനിച്ചിരിക്കുകയാണ് രാമായണത്തിൽ. ഭാരത സംസ്കാരത്തിൻ്റെ മഹത്വത്തെ ലോകത്തിനു മുന്നിൽ അനാവരണം ചെയ്യുക മാത്രമല്ല ഈ ഇതിഹാസത്തിൽ, ഒപ്പം മറ്റുള്ളവർക്ക് വഴികാട്ടുകയും ചെയ്യുന്നു. കർക്കിടക മാസത്തിലെ അമാവാസി പൂർവികർക്കായി സമർപ്പിക്കപ്പെട്ടതാണ്. ഈ ദിവസം ഹിന്ദുക്കൾ തങ്ങളുടെ പിതൃക്കൾക്കായി ബലിതർപ്പണം അനുഷ്ഠിക്കുന്നു. കൂടാതെ രാമായണ മാസത്തിൽ കോട്ടയം, തൃശ്ശൂർ ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നീ ദേവന്മാരുടെ 4 ക്ഷേത്രങ്ങളിലേക്ക് ഹിന്ദുക്കൾ തീർത്ഥാടനം നടത്താറുണ്ട്. നാലമ്പല യാത്ര എന്നാണ് ഈ ചടങ്ങ് അറിയപ്പെടുന്നത്. രാമായണ മാസത്തിൻ്റെ കാലഘട്ടം ഹിന്ദുക്കൾക്ക്, പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ പവിത്രമായി കണക്കാക്കപ്പെടുന്നു. വാൽമീകി മഹർഷി രചിച്ച സംസ്കൃത ഇതിഹാസമാണ് രാമായണം. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഇത് അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ മലയാളം പതിപ്പാണ് രാമായണ മാസത്തിൽ വായിക്കുന്നത്. കേരളത്തിലെ ആത്മീയതയുടെയും ഭക്തിയുടെയും കാലഘട്ടമാണ് കർക്കിടക മാസം. എന്നിരുന്നാലും മലയാള പഞ്ചാംഗമനുസരിച്ച് ഈ കാലയളവിൽ മംഗളകരമായ പ്രവർത്തനങ്ങളും പുതിയ ബിസിനസ് സംരംഭങ്ങളും സാധാരണ ആരംഭിക്കാറില്ല. മലയാളം കലണ്ടറിൽ കർക്കിടക മാസമാണ് അവസാന മാസവും. ഈ സമയത്ത് മൺസൂൺ അതിൻ്റെ ഉച്ചസ്ഥായിയിലുമാണ്. കനത്ത മഴയെ തുടർന്ന് കർക്കിടക മാസത്തെ പഞ്ഞമാസം അല്ലെങ്കിൽ ക്ഷാമത്തിൻ്റെ കാലഘട്ടം എന്ന് വിളിക്കുന്നു. പാടങ്ങൾ വെള്ളത്തിനടിയിലായതിനാൽ ആളുകൾക്ക് കാര്യമായ ജോലികളില്ല. കനത്ത മഴ കാരണം ഉപജീവനത്തിനായി വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അതിനാൽ പ്രകൃതിയുടെ ക്രോധം തടയാൻ ആളുകൾ രാമായണ പാരായണം തുടങ്ങി. കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നൊരു ചൊല്ലും പഴമക്കാർക്കിടയിലുണ്ട്.
അടുത്ത 11 മാസങ്ങളിലേക്കുള്ള ആരോഗ്യ പരിചരണത്തിന് കർക്കിടകത്തിൽ തുടക്കമാകും. ആയുർവേദ വിധിപ്രകാരം ഔഷധ സേവയ്ക്കും ഒഴിച്ചിലിനും പിഴിച്ചിലിനും പറ്റിയ കാലഘട്ടം കൂടിയാണ് കർക്കിടകം. താളും തകരയും ഉൾപ്പെടെ ഇലക്കറികൾ കഴിച്ച് ഔഷധക്കഞ്ഞി കുടിച്ച് ആരോഗ്യ സംരക്ഷണം നടത്തുന്നതും കർക്കിടക മാസത്തിലെ ഒരു പ്രത്യേകതയാണ്. സുഹൃത്തുക്കളെ, ഈ കർക്കിടക മാസത്തിൽ രാമായണ പുണ്യം നിറഞ്ഞ കുറേ ദിനങ്ങളും അതുപോലെ ആരോഗ്യവും സമാധാനവും എല്ലാം നമുക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.